ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ക്രിസ്മസിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് ഈ ശുശ്രൂഷയിൽ അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാനകേന്ദ്രമായ BLM ധ്യാനകേന്ദ്രത്തിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഏവർക്കും സമൃദ്ധമായ ദൈവം അനുഗ്രഹം ചൊരിയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസിന് 3 കാര്യങ്ങളാണ് അച്ഛൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. ഒന്ന്, ഈശോയെ കാണിച്ചു കൊടുക്കുന്ന ഒരു ദൗത്യമാണ് നക്ഷത്രത്തിന്. ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ച് വരുന്നത് ആ നക്ഷത്രത്തിൻ്റെ ആ വഴികാട്ടി അവരെ ഒരു പുൽക്കൂടിൽ എത്തിക്കുകയായിരുന്നു. ഇപ്പം നക്ഷത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നക്ഷത്രം ഈശോയെ കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ നക്ഷത്രം തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തെന്നാ? ഈ വീട്ടിൽ ഒരു ഈശോ ഉണ്ട് എന്നുള്ളതാണ്. നക്ഷത്രം ചെന്ന് നിന്നത് ഒരു പുൽക്കൂട്ടിലാണ്. ആ പുൽക്കൂട്ടിലായിരുന്നു ഉണ്ണിയേശു ജനിച്ചത്. നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും എവിടെയൊക്കെ നമ്മൾ നക്ഷത്രം തൂക്കിയിടുന്നുണ്ടോ ആ നക്ഷത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഈശോ ഉണ്ട്. എന്താണ് ആ ഈശോയുടെ പ്രത്യേകത? എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും, ദൈവം നമ്മോടുകൂടെ എന്ന്. അതായത് രണ്ടാമത്തെ അർത്ഥം, ആ യേശു എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതിൻ്റെ അർത്ഥം എന്തെന്നാ? ദൈവം നമ്മോട് കൂടെയുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രയാസം എന്താണ്? ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, ഞാൻ വീണ്ടും വീണ്ടും പഴയ പാപങ്ങൾ ആവർത്തിക്കുന്നു, ചെയ്തത് വീണ്ടും ചെയ്തു പോകുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? എൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുമോ? ദൈവം എന്നോട് കരുണ കാണിക്കുമോ? ദൈവം എന്നെ ഉപേക്ഷിച്ചോ? അങ്ങനെ ഒരുപാട് നെഗറ്റീവായ ചിന്തകൾ പാപത്തിൻ്റെ ഫലമായി പാപികൾക്ക് എല്ലാം ഉണ്ടാകും. പക്ഷേ ഈശോ പറയാണ്, ദൈവം നമ്മോട് കൂടെയാണ്. അതായത് ഏത് പാപിയുടെയും ഏത് ബലഹീനൻ്റെയും എല്ലാവരുടെയും കൂടെ നിൻ്റെ ദൈവമുണ്ട്. വേറെ ഒരു ജനതയ്ക്കും അഭിമാനിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പാപിയുടെ കൂടെ ഒരു ദൈവം നിൽക്കുന്നു എന്നുള്ളത്. നമ്മുടെ കൂടെയുള്ള എത്ര വലിയ അടുപ്പമുള്ളവരാണെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ മാറ്റി നിർത്തും. അയാൾക്കൊരു അപമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാൾ വിളിക്കുകയില്ല, നോക്കുകയില്ല, സംസാരിക്കുകയില്ല, അയാളുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ അങ്ങനെയല്ല ദൈവം. പാപികളെ തേടി വന്നവനാണ്, പാപികളെ അന്വേഷിച്ച് വന്നവനാണ്. അവൻ ജനത്തെ പാപത്തിൽ നിന്ന്, അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് വചനം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ മോചിക്കും. അപ്പോൾ രണ്ടാമത്തത്, യേശു നമ്മോട് കൂടെയാണ്. മൂന്നാമത്, യേശു പുൽക്കൂട്ടിലാണ് ജനിക്കുന്നത്. എന്താണ് ആ പുൽക്കൂട്? ദാരിദ്ര്യത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ, വിനയത്തിൻ്റെ, എളിമയുടെ. ഈശോ ജനിക്കണമെങ്കിൽ അഹങ്കാരമുള്ള ഹെറോദോസിൻ്റെ ഭവനത്തിലല്ല, എളിമയുള്ള കാലിത്തൊഴുത്തിലാണ്, ലാളിത്യമുള്ള കാലിത്തൊഴുത്തിലാണ്. ആർഭാടങ്ങൾക്ക് വേണ്ടി ഇഷ്ടംപോലെ പൈസ ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നാം ഓർക്കേണ്ടത്, ഈശോ എന്ന് വന്ന് പിറക്കാൻ ആഗ്രഹിക്കുന്നത് ലാളിത്യവും എളിമയും വിനയവും സൗമ്യതയും ക്ഷമയും ദയയുള്ള മനുഷ്യരുടെ ഹൃദയത്തിലാണ്. ഈ ക്രിസ്മസ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹം വർഷിക്കട്ടെ. നക്ഷത്രം യേശുവിനെ കാണിച്ച് കൊടുക്കുന്നു. 2, പുൽക്കൂട് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും മുഖമുദ്രയാണ്. ഈശോ നമ്മോട് കൂടെയാണ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളിലും സങ്കടവും നമ്മുടെ കൂടെയുണ്ട്. ഈ ക്രിസ്മസ് എല്ലാവർക്കും സമൃദ്ധമായ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നക്ഷത്രം തൂക്കിയിടുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം ഈശോയുണ്ട് എന്ന് ലോകത്തിനോട് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. എങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഈശോ വന്ന് പിറക്കണേ. ഞങ്ങളുടെ ഹൃദയം എളിമ കൊണ്ട് നിറയ്ക്കണമേ, ലാളിത്യം കൊണ്ട് നിറയ്ക്കണമേ, അഹങ്കാരമെല്ലാം മാറ്റണമേ, വിനയത്തോടെ സ്വീകരിക്കാൻ കൃപ നൽകണമേ. ഞങ്ങൾ എത്ര ബലഹീനരും പാപികളാണെങ്കിലും നീ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവനാണല്ലോ ഓർത്ത് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ ഈശോയെ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേദലം തന്നിൽ വന്നു, തേജസ് മുന്നിൽ കണ്ടു അവർ ബേദലം തന്നിൽ വന്നു. രാജാധിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക
രാജകുമാരിയോടു തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അങ്ങ് തിങ്കൾ കലപാടി ഗ്ലോറിയ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദര. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.